പ്രിയപ്പെട്ടവർ, ഞായറാഴ്ചയാണ്, ഒഴിവു ദിവസമാണ്. ക്രൈസ്തവരെയും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്രതാനുഷ്ഠാനങ്ങളുടെ കാലമാണ്. ക്രിസ്ത്യാനികൾക്ക് ഈസ്റ്ററിന് മുന്നോടിയായിട്ടുള്ള 50 നോമ്പാണ്. മുസ്ലിങ്ങൾക്ക് റമദാൻ എന്ന് പറഞ്ഞ പുണ്യമാസമാണ്. രണ്ടു കൂട്ടരും നോമ്പ് ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് രീതിയിലാണ് എന്ന് മാത്രം. ഇതുപോലെ മംഗളകരമായ ഒരു സമയത്ത് ഞാൻ പറയാൻ പോകുന്ന പോലെ അശുഭകരമായൊരു കാര്യം പറയുന്നതിൽ സത്യം പറഞ്ഞാൽ എനിക്ക് അനൽപമായ ലജ്ജയുണ്ട്. എന്നാലും പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയുക. ഈ ലവ് ജിഹാദ് വീണ്ടും ഒരു വിഷയമായിട്ട് ഉയർന്നു വന്നിരിക്കുന്നു. ഈ കാര്യം ഇത് പി സി ജോർജ് എന്ന് പറഞ്ഞ പോയ കോടാലി പോലുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് എന്തും പറയാം. അദ്ദേഹം എന്ത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇവിടെ വാർത്തയാവും, വിവാദമാകും, അപവാദമാകും. അദ്ദേഹം പറയുന്നതിനൊക്കെ ഉള്ള അർത്ഥവും ഇല്ലാത്ത അർത്ഥവും കണ്ടുപിടിച്ച് പോപ്പുലർ ഫ്രണ്ടുകാർ എന്ന് പറഞ്ഞ സാമദ്രോഹികൾ പോലീസിൽ പരാതി കൊടുക്കും. പോലീസുകാർ അതിൽ കേസ് രജിസ്റ്റർ ചെയ്യാതിരിക്കുകയും ചെയ്യും. കേസ് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ നമ്മുടെ മീഡിയ വൺ ചാനലുകാർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കും. കേസ് രജിസ്റ്റർ ചെയ്താൽ ഇയാളെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ലഹള ഉണ്ടാക്കും. അയാൾക്ക് ജാമ്യം കൊടുത്താൽ പോലീസിൻ്റെ ഉദാസീനത കൊണ്ട് പ്രോസിക്യൂഷൻ്റെ കൊള്ളരായ്മ കൊണ്ട് ജാമ്യം കിട്ടി എന്ന് പറയും. അങ്ങനെ നേരത്തെ സുരേഷ് ഗോപിയെ ഒരു സ്റ്റാറാക്കിയ പോലെ ഇപ്പോൾ പി സി ജോർജിനെ ഇവിടുത്തെ ഒരു ക്രിസ്ത്യൻ ഹൃദയ സാമ്രാട്ടാക്കാനുള്ള ശ്രമമാണ് മൗദൂദികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർക്കറിയില്ല. അതുകൊണ്ട് അവരോട് ക്ഷമിക്കണമേ എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. എൻ്റെ വിഷയം അതുമല്ല. ഈ ലവ് ജിഹാദ് സംബന്ധിച്ച് വീണ്ടും വിവാദം ഉയർന്നു വന്നിരിക്കുകയാണ്. അത് പി സി ജോർജ് പറഞ്ഞു അവിടം കൊണ്ട് അവസാനിച്ചുവെങ്കിൽ തീരുമായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. പി സി ജോർജ് മതസ്പാർദ്ധ പരത്തുന്ന രീതിയിൽ യാതൊന്നും പറഞ്ഞിട്ടില്ല എന്നും അദ്ദേഹത്തെ ഒറ്റതിരിച്ച് ആക്രമിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്നും കേരള കത്തോലിക്ക മെത്രാൻ സമിതി അതിശക്തമായ ഒരു പ്രമേയത്തിൽ കൂടിയല്ല 2 പ്രസ്താവനകളിൽ കൂടി അവരുടെ നിലപാട് ആണിയടിച്ച് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ സംഗതി സീരിയസാണ്. ഞാനതുകൊണ്ടാണ് ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്തത്. പി സി ജോർജ് പറഞ്ഞ മാത്രമാണെങ്കിൽ നമ്മളിവിടെ മിണ്ടുകയില്ല. അപ്പോൾ എന്താണ് ഇതിൻ്റെ സംഭവം എന്ന് ചോദിച്ചാൽ, ഇതിപ്പോൾ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. വളരെ കാലമായിട്ട് നീറിപ്പോഞ്ഞ് നിൽക്കുന്നൊരു വിഷയമാണ്. എൻ്റെ ഓർമ്മയിൽ 2008 ആണ്ടിലാണ്, ഈ കൃത്യമായിട്ട് പറഞ്ഞാൽ 2008 ഓണക്കാലത്താണ്, കോട്ടയത്ത് നിന്ന് പ്രസിദ്ധീകരിക്കുന്ന മംഗളം എന്ന പത്രത്തിൻ്റെ അകത്തെ പേജിൽ 5-ാം പേജായിരിക്കാം അല്ലെങ്കിൽ 7-ാം പേജായിരിക്കാം, ഇത് സംബന്ധിച്ചൊരു വാർത്ത ആദ്യമായി വരുന്നു. അന്ന് ലവ് ജിഹാദ് എന്നുള്ള വാക്കില്ല. ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളെ പ്രണയം നടിച്ച് വശീകരിച്ച് മതം മാറ്റാനുള്ള ശ്രമം നടക്കും. ഇതാണ് വാർത്ത. അത് 1, 2, 3 ദിവസം ഈ വാർത്തകൾ ഇങ്ങനെ വന്നു. മംഗലാപുരം കേന്ദ്രീകരിച്ചാണ് ഈ പ്രവർത്തനങ്ങൾ അധികമായിട്ട് നടക്കുന്നത് എന്നും തീവ്രവാദ സ്വഭാവമുള്ള ചില സംഘടനകൾക്ക് ഇതിൽ പങ്കുണ്ട് എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അത് പക്ഷേ പൊതുസമൂഹത്തിൽ ഒരു ചർച്ചാ വിഷയമായില്ല. RSSകാരുടെ ജന്മഭൂമി പത്രത്തിൽ പോലും അതിൻ്റെ തുടർ ചലനങ്ങൾ ഉണ്ടായില്ല. 2009 കേരള ഹൈക്കോടതിയിൽ വന്ന ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇത് വീണ്ടും ചർച്ചാ വിഷയമായി. അന്ന് CPI കാരനായ എൻ്റെ സുഹൃത്തായ ഒരു അഭിഭാഷകനാണ്, മുഹമ്മദ് അൻസാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹമായിരുന്നു പബ്ലിക് പ്രോസിക്യൂട്ടർ. പുള്ളിയുടെ ഒരു ബൈറ്റ് സഹിതം ഇന്ത്യ വിഷനിൽ വാർത്ത വന്നു. ഇന്ത്യ വിഷൻ ചാനലിലാണ് ഇത് സംബന്ധിച്ച വാർത്ത ആദ്യമായിട്ട് വരുന്നത്. ഹൈക്കോടതിയിൽ ഇന്ന രീതിയിലെ പരാമർശങ്ങളുണ്ടായി എന്നൊക്കെ പറഞ്ഞു. തീവ്രവാദികൾ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളെ സംഘടിതമായി മതം മാറ്റാൻ ശ്രമിക്കുന്നു എന്നാണ് വാർത്ത. പിന്നീട് അത് വലിയ ചർച്ചാ വിഷയം ജസ്റ്റിസ് ശങ്കറിൻ്റെ ജഡ്ജിമെൻറ്റ് വരും. ലവ് ജിഹാദ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് വലിയ തർക്കം നടക്കുന്നതിനിടയിൽ വിവിധ ഹിന്ദു സമുദായ സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകളുമായിട്ട് മുന്നോട്ട് വന്നു. SNDP യോഗം, വിശ്വകർമ്മസഭ, ഗണക മഹാസഭ, ധീവരസഭ, യോഗക്ഷേമ സഭ, ഇതൊക്കെ കഴിഞ്ഞ് സാക്ഷാൽ NSS, നായർ സർവീസ് സൊസൈറ്റി, അതും ഏതാണ്ട് അതേ സമയത്ത് തന്നെ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ജാഗ്രതാ സമിതി എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇതിൽ കൃത്യമായ കണക്ക് സഹിതം വന്നു. ഇത്ര 1616 കൃത്യസംഖ്യ പറഞ്ഞു. ഇത്രയും പെൺകുട്ടികൾ കേരളത്തിലെ വിവിധ ഇടവകളിൽ നിന്നായിട്ട് ഇതിനകം തന്നെ ഈ ലവ് ജിഹാദിന് ഇരയായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് രക്ഷകർത്താക്കൾ ജാഗ്രത പുലർത്തണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു പ്രസ്താവനയോട് വന്നപ്പോൾ ഇത് പരമാവധി മൂർച്ഛിച്ചു. ആ ഘട്ടത്തിലേക്ക് ഇടതുപക്ഷ പാർട്ടികൾ, ഇടതുപക്ഷക്കാരാണല്ലോ പോയി ഏത് കാര്യത്തെക്കുറിച്ചും ആദ്യം അഭിപ്രായം പറയുന്നത്. പാർട്ടികൾ മാത്രമല്ല, അവരുടെ യുവജന സംഘടനകൾ AIYF പോലെ അല്ലെങ്കിൽ DYFI പോലുള്ള സംഘടനകളൊക്കെ മൗനം പാലിച്ചു. അത് കഴിഞ്ഞ് കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ എറണാകുളം, കണ്ണൂർ,
ആലപ്പുഴ മണ്ഡലങ്ങളിലേക്കുള്ള ബൈ ഇലക്ഷനോട് കഴിഞ്ഞതിന് ശേഷമാണ് DYFI AIYFക്ക് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാൻ തുടങ്ങിയത്. അങ്ങനെ ഇതൊരു ചർച്ചാ വിഷയമായിട്ട് മാറി. പിന്നീട് അത് ആറിത്തണുത്ത് പോവുകയാണ് ചെയ്തത്. പിന്നെയും ഈ ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കന്മാർ മാത്രമാണ് ഈ വിഷയം ഉന്നയിക്കാൻ ശ്രമിച്ചത്. ജന്മഭൂമി പത്രം അല്ലെങ്കിൽ ജനം ചാനലിലൊക്കെയാണ് ലവ് ജിഹാദ് എന്ന വാക്ക് പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്. വളരെ കാലത്തേക്ക് ഇത് അങ്ങനെ മങ്ങിക്കിടക്കരുത്, അല്ലെങ്കിൽ ചാരം മൂടിയ കനൽ പോലെ കിടക്കരുത്. പിന്നീട് നമ്മുടെ മഹാനായ കല്ലറങ്ങാട്ട് പിതാവ് പാലാമെത്രാൻ ഈ കുറവലങ്ങാട് പള്ളി നടത്തിയ 8 നോമ്പ് ആചരണത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിയ പ്രസംഗത്തിലാണ് ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ് മുതലായ വാക്കുകൾ ഉപയോഗിച്ചു. അത് വലിയ വിവാദമായി. പിതാവിനെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യണം, ആ കയ്യാമം വെച്ച് റോട്ടിൽ കൂടി നടത്തണം എന്നൊക്കെ പറഞ്ഞ് പോപ്പുലർ ഫ്രണ്ടുകാരും ജമാഅത്ത് ഇസ്ലാമിക്കാരൊക്കെ വലിയ പ്രകടനം നടത്തി. ആ സമയത്ത് തന്നെ ഉചിതജ്ഞനായ നമ്മുടെ മന്ത്രി വാസവൻ അദ്ദേഹത്തെ സന്ദർശിച്ച് പിതാവിൻ്റെ കൈമുത്തുകയും യാതൊന്നും പേടിക്കേണ്ടതില്ല എന്ന് പറയിച്ചു. പിന്നെ അത് വീണ്ടും തട്ടിമുട്ടി അത് മാഞ്ഞു പോകുന്നൊരു സമയം. ഏതാണ്ട് ഇതേ സമയത്ത് തന്നെ ഇവിടെ ഈ വൈദികരുടെയും ചില മേൽപ്പട്ടക്കാരുടെയൊക്കെ സർവ പിന്തുണയോടും കൂടിയിട്ട് ഒരു മുസ്ലിം വിരുദ്ധ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടു ക്രൈസ്തവർക്കിടയിൽ. പക്ഷേ ഈ ഹിന്ദു സംഘടനകൾ പൊതുവെ ആ സമയത്ത് മൗനം പാലിച്ചു. ഇപ്പോഴും മൗനത്തിൽ തന്നെയാണ്. SNDP ആവട്ടെ, NSS ആകട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞ ധീവരസഭ, യോഗക്ഷേമ സഭ, ഗണക മഹാസഭ, വിശ്വകർമ്മ സഭ, ഇവരൊക്കെ താരതമ്യേന നിശബ്ദരാണ്. അവർക്ക് അഭിപ്രായം ഇല്ലെന്നുള്ളതല്ല, അല്ലെങ്കിൽ പഴയ അഭിപ്രായം തിരുത്തി എന്നുള്ളതല്ല. ഇങ്ങനെ അവർ സാമാന്യേന നിശബ്ദരായിരിക്കുകയാണ്. ഞങ്ങളിതും ഈ നാട്ടുകാരല്ല, മാവിലായിക്കാരാണ് എന്ന മട്ടിൽ. പക്ഷേ ക്രിസ്ത്യൻ സഭകൾ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭ, ശക്തമായ നിലപാട് സ്വീകരിച്ചു. ഇതിനെക്കുറിച്ച് അവരുടെ ഗ്രാമാന്തരങ്ങളിൽ ഇവരുടെ സമുദായ അംഗങ്ങൾക്കിടയിൽ വലിയ തോതിൽ ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് സത്യം പറഞ്ഞാൽ PC ജോർജിൻ്റെ ഈ പുതിയ പ്രസ്താവന ഉണ്ടായി വന്നിട്ടുള്ളത്. PC ജോർജ് പ്രസംഗിക്കുന്ന വേദിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ നമ്മുടെ ഇടതുപക്ഷ MLA ആയിട്ടുള്ള സെബാസ്റ്റ്യൻ കുളത്തുങ്കലുണ്ട്, ഇപ്പോഴത്തെ പൂഞ്ഞാർ MLA, പിന്നെ ആൻ്റോ ആൻ്റണി MP ഉണ്ടായിരുന്നു, പാലായിൽ നിന്ന് ജയിച്ച മാണി C കാപ്പനുണ്ടായിരുന്നു, UDFൻ്റെ മോൻസ് ജോസഫ് ഉണ്ടായിരുന്നു, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ. ഇവരാരും ഒരു അക്ഷം പിടിയില്ല. PC ജോർജ് പറഞ്ഞ അസംബന്ധമാണ് എന്ന് പറഞ്ഞില്ല. എന്ന് മാത്രമല്ല, PC ജോർജിനെ പിന്തുണച്ചുകൊണ്ട് കത്തോലിക്ക മെത്രാൻ സമിതി 1 അല്ല 2 പ്രസ്താവനയും പാസ്സാക്കി. അപ്പോൾ സത്യം പറഞ്ഞാൽ PC ജോർജിൻ്റെ അഭിപ്രായമല്ല, PC ജോർജ് പറഞ്ഞ മെത്രാന്മാരുടെ അഭിപ്രായമാണ്. അല്ലെങ്കിൽ PCയുടെ അഭിപ്രായം തന്നെയാണ് കത്തോലിക്ക സഭയ്ക്കും മെത്രാന്മാർക്കും ഉള്ളത് എന്നുള്ളതാണ് എൻ്റെ സംഗതി. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഈ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ട്, അല്ലെങ്കിൽ സംശയവും ഭയവും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതിന് അവരവരുടേതായ കാരണങ്ങൾ രണ്ടു കൂട്ടർക്കുണ്ട്. പക്ഷേ എന്നാൽ പോലും ഇത് ഒട്ടും തന്നെ ശോഭനമായിട്ടുള്ള ഒരു സാഹചര്യമല്ല. ഹിന്ദു സംഘടനകൾക്കും വ്യക്തമായ നിലപാടുണ്ട്. അവരത് ഉറക്കെ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അധികം വൈകാതെ അതും ഉണ്ടാകുമെന്നാണ് ഞാൻ ഭയപ്പെടുന്നത്. അപ്പോൾ ഏതായാലും ഇത് സുഖകരമായ ഒരു രീതിയല്ല. സർക്കാർ ഏതൊക്കെ തലത്തിൽ അന്വേഷിച്ചു, ഏതൊക്കെ തരത്തിൽ അന്വേഷിക്കും എന്ന് നമുക്കറിയില്ല. ഏതാണ്ട് ഇതേ അഭിപ്രായം സാക്ഷാൽ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് പ്രകടിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ക്ലിപ്പ് ഇരു വിഭാഗക്കാരും ഇപ്പോൾ അവരവരുടെ സൗകര്യാർത്ഥം വാട്സപ്പ് വഴിയും മറ്റു രീതിയിലൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. മുസ്ലിം ഗ്രൂപ്പുകൾ ഈ PC ജോർജിനെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ വഷളനായ ഒരാളായിരുന്നു അച്യുതാനന്ദൻ എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി പ്രചരിപ്പിക്കുന്നുണ്ട്. ഹിന്ദു ക്രിസ്ത്യൻ ഗ്രൂപ്പുകളിൽ ഈ PC ജോർജ് പറഞ്ഞാൽ എന്താ പുതുമ, കേസെടുക്കണമെങ്കിൽ ആദ്യം അച്യുതാനന്ദനെതിരായിട്ട് എടുക്കണം എന്ന രീതിയിലും പ്രചരിപ്പിക്കുന്നുണ്ട്. രണ്ടുപേരുടെ ഉദ്ദേശം പൊതുസമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കുക, പരമാവധി കലുഷിതമാക്കുക എന്നുള്ളത് തന്നെയാണ്, യാതൊരു സംശയമില്ല. ഇതൊക്കെ കാണുമ്പോഴാണ് ഈ കേരളം ഭ്രാന്താലയം എന്ന് പറഞ്ഞ വിവേകാനന്ദ സ്വാമി ഇപ്പോൾ കേരളത്തിൽ വന്നാൽ കേരളത്തെക്കുറിച്ച് എന്തായിരിക്കും പറയുക എന്ന് നമ്മൾ സംശയിച്ചു പോകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.